നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിൽ മുമ്പൊന്നും ഇങ്ങനെയൊരു അനുഭവം റയൽ മാഡ്രിഡിന് ഉണ്ടായിട്ടില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആൻഫീൽഡിൽ പോയിട്ട് ഇന്നലെ 2-0 പൊട്ടി. അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. 5 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ റയൽ മാഡ്രിഡ് പുതുക്കിയ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിൻ്റ് പട്ടികയിൽ നിൽക്കുന്നത് 24-ാം സ്ഥാനത്ത്. ആകെ അവർക്കുള്ളത് 6 പോയിൻറ്റുകൾ. ഗോൾ ഡിഫറൻസ് 0ആണ്. 9 ഗോൾ അടിച്ചു, 9 തിരികെ വാങ്ങി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതുക്കിയ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് ആദ്യ 8 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് നേരിട്ട് റൗണ്ട് ഓഫ് 16 യോഗ്യത നേടുക. പിന്നെ 9-ാം സ്ഥാനം മുതൽ 24-ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് ഒരു പ്ലേ ഓഫ് കളിക്കണം. എന്നിട്ടേ റൗണ്ട് ഓഫ് 16 പറ്റുകയുള്ളൂ. 24 മുതൽ അങ്ങ് താഴേക്കുള്ള 36 വരെയുള്ള ടീമുകൾ പുറത്താവുകയും ചെയ്തു. ഇപ്പോൾ 24-ാം സ്ഥാനത്താണ് റയൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ UCL രാജാക്കന്മാരെന്ന ആരാധകർ ആവേശത്തോടു കൂടി ഉറക്കെ പറയുന്ന ആ ടീമിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നോക്കുക, ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെന്താണ്? റയൽ മാഡ്രിഡ് ഹാഡ് നെവർ ലോസ്റ്റ് 3 games ഇൻ എ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഫേസ് ബിഫോർ. ദേ ഹാവ് നൗ. അതാണ് പറഞ്ഞത്. ഇന്ന് വരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ, ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടമല്ല, ഇപ്പോൾ ലീഗ് ഘട്ടമായി. എന്താണെങ്കിലും ഈ പ്രിലിമിനറി സ്റ്റേജിൽ റയൽ മാഡ്രിഡ് ഒരിക്കൽ പോലും 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല ഈ സീസണിൽ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ നിന്ന് 6 പോയിൻറ്റ്, 9 ഗോളുകൾ കൺസീഡ് ചെയ്തിരിക്കുന്നു. 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. This is the first time Real Madrid have suffered 3 defeats in the first 5 games of Champions League campaign. സോ കാർലോ ആഞ്ചലോട്ടിയുടെ സംഘത്തിന് കാര്യങ്ങൾ ഒട്ടും പോസിറ്റീവ് അല്ല എന്നർത്ഥം. ഇനി റയൽ മാഡ്രിഡിൻ്റെ മുന്നിലുള്ളത് ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ 3 മത്സരങ്ങളാണ്. 3 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് അറ്റലാൻ്റയ്ക്കെതിരെയാണ്. അറ്റലാൻ്റയ്ക്കെതിരെയുള്ളത് അവരുടെ എവേ മത്സരമാണ്. സാൽസ്ബർഗിനെതിരെ ഹോം മത്സരം, ബ്രസ്റ്റിനെതിരെ എവേ മത്സരം. ഈ 3 മത്സരങ്ങളും വിജയിക്കുക, നില മെച്ചപ്പെടുത്തുക എന്നതാണ് ആഞ്ചലോട്ടിക്ക് ഇനി ചെയ്യാനുള്ളത്. റയൽ മാഡ്രിഡ് ഇപ്പോൾ നോക്കുക, 2 മത്സരങ്ങളിൽ അവരുടെ കഴിഞ്ഞ 5 UCL മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ ഗോളടിക്കാതെ വരുന്നു. ഇന്നലെ അവർ ഗോളടിച്ചില്ല. ഇതിനു മുമ്പ് they had only failed to score 2 of their previous 38 matches in the competition. ഇതിന് മുമ്പുള്ള 38 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ ആ ഗോളടിക്കാതിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ സീസണിൽ 5 മത്സരങ്ങളിൽ ഓൾറെഡി 2 മത്സരങ്ങളിൽ ഗോളടിക്കാത്തൊരവസ്ഥയിലേക്ക് റയൽ മാഡ്രിഡ് പോയിരിക്കുന്നു. അതാ പറഞ്ഞത്, റയൽ മാഡ്രിഡിന് അനുഭവമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു ഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത്. 2023-24 റയൽ മാഡ്രിഡ് കളിച്ച 55 മത്സരങ്ങളിൽ 2 കളികളാണ് തോറ്റതെങ്കിൽ ഇപ്പോൾ 2024-25 19 കളികൾ കളിച്ച് കഴിയുമ്പോഴേക്കും 4 കളികൾ റയൽ മാഡ്രിഡ് പൊട്ടിയിരിക്കുന്നു. സോ അനുഭവമില്ലാത്ത, പരിചയമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, പരിതാപകരമായ അവസ്ഥയിലേക്ക് അവർ വീഴുന്നു. പക്ഷെ അപ്പോഴും റയലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ആത്മവിശ്വാസം കൈവിടുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ ക്വാളിഫൈ ചെയ്യും, മുന്നോട്ട് പോകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കളി ലിവർപൂളിനെതിരെ ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്, അതിൽ സംശയമൊന്നുമില്ല. യൂറോപ്പിലെ ഏറ്റവും മികച്ച എതിരാളികൾക്കെതിരെ എൻ്റെ ടീം കോമ്പീറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ കളി വിജയിച്ചതുകൊണ്ട് ഞങ്ങൾ ടോപ്പ് 8 എത്തുമായിരുന്നില്ല. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ 24-ാം സ്ഥാനം എന്നുള്ളത്, ടോപ്പ് 24 ഇടം പിടിക്കുക എന്നുള്ളത്, അത് ഉറപ്പാക്കുക. അങ്ങനെ റൗണ്ട് ഓഫ് 16 വേണ്ടി പ്ലേ ഓഫ് കളിക്കുക, മുന്നോട്ട് പോവുക, അത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എന്തായാലും റയലിന് ഇനിയുള്ള 3 മത്സരങ്ങൾ നിർണായകമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.